പരിപാലനത്തിനും ശരീരബലത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉത്തമമാണ്. ഈ സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. ഉലുവ, ആശാളി, ജീരകം, ചപ്പങ്ങം, നെയ്യ്, തേങ്ങ, ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്ത് ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ചു കഴിച്ചു. ഔഷധക്കഞ്ഞിയുടെ കൂട്ട് ചോദിച്ചറിഞ്ഞ കുട്ടികൾ വീട്ടിലും കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മടങ്ങിയത്. പ്ലാവിലക്കൂമ്പിൾ ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുന്നത് മിക്ക കുട്ടികൾക്കും ആദ്യ അനുഭവമായി. ഗ്യാസ്, അസിഡിറ്റി എന്നിവ പരിഹരിച്ച് ദഹനം സുഗമമാക്കാൻ പ്ലാവിലക്കൂമ്പിൾ സഹായിക്കുമെന്ന അറിവ് കുട്ടികളിൽ കൗതുകമുണർത്തി. കുട്ടികളെ നമുക്കറിയാം, കർക്കിടക മാസം അല്ലേ ഏറ്റവും കൂടുതൽ ആരോഗ്യം നമ്മുടെ വർധനവിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഔഷധ സേവ നടത്തുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. പ്രകൃതിയെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുക, പ്രകൃതി ജീവനം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം. നമ്മള് തനതായ ഭക്ഷണം മലയാളിയുടെ ഒരു ശീലമാണ് അല്ലെ. പ്രകൃതി വിഭവങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമുക്കറിയാം ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെ. നിങ്ങൾ ഈ കോളയും മറ്റു രസമതികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം രോഗങ്ങളാണ് വരുന്നത് അല്ലെ. ക്യാൻസർ പോലെ ഒത്തിരി വിപത്തുണ്ടാകും. പക്ഷെ ഇതുപോലുള്ള സംഗതികൾ പരമ്പരാഗതമായ രീതിയിൽ ശരീരത്തിന് ആരോഗ്യം പകരുന്ന ഈ വിഭവങ്ങൾ നമ്മൾ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെപ്രതിയാണ് നമ്മുടെ സ്കൂളിലെ സീഡ് ക്ലബ്ബ് എല്ലാ വർഷവും ഇങ്ങനെ ഔഷധക്കഞ്ഞി കൊടുക്കാറുണ്ട്. മാലിന്യങ്ങൾ പോകുന്നതിനും നല്ല ആരോഗ്യം വരുന്നതിനും ഒരു വർഷത്തേക്കുള്ള ആ ഒരു കർക്കിടക മാസത്തിൽ മഴയൊക്കെ പോയി നല്ല കാലാവസ്ഥ തലപ്പായിട്ട് നിൽക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് സ്വന്തമായിട്ട് ഇരിക്കുക അതുപോലെ ചുറ്റോടുകൂടി തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇതുപോലെ ഔഷധക്കഞ്ഞി ഇവിടെ കൊടുക്കുവാനായിട്ട് അതുപോലെ പൊടി ഉണക്കലരിയിൽ ഔഷധ കൂട്ടുകൾ അരികളാതെ ജീരകം മൂന്ന് എന്നുള്ള പഴയ കൺസെപ്റ്റിൽ ആ ഒരു മരുന്ന് കൂട്ടുകളെല്ലാം ഇട്ടുകൊണ്ട് കഞ്ഞി തയ്യാറാക്കി നമ്മളെല്ലാവരുടെയും കൂടെ കഴിക്കുവാനായിട്ട് പോകുന്നു. മാനേജർ ലാൽ വർഗീസ്, സ്കൂൾ എച്ച്എം ബിന്ദു വർഗീസ്, ഡെയ്സി എൽദോസ്, ഷിജി എൽദോസ്, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഔഷധക്കഞ്ഞി വിതരണം. ന്യൂസ് ഡെസ്ക് മീഡിയ 60.